ഓരോരുത്തരോടും ഓരോ തരത്തിലാണ് പെരുമാറേണ്ടത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഇനിയുള്ള പ്രതിപക്ഷം ഉണ്ടല്ലോ, ഞാൻ ചാടിയതിൻ്റെ ഇരട്ടി ചാടണം, ഞങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങളിനി വിമർശിക്കാനുള്ളവരല്ല, ഞങ്ങളിത് ഉത്തരവാദിത്വം നടത്താനുള്ളവരാണ്. ഇനി നാളെ ഞങ്ങൾ പ്രതിപക്ഷത്ത് പോയി എന്ന് കരുതുക, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ അപ്പോഴും വിമർശിക്കും. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷത്തിൽ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു. കഴിഞ്ഞ ഭരണത്തിൽ LDF സർക്കാരിന്റെ ഭരണത്തിൽ എന്തെങ്കിലും സർക്കാരിന്റെ പോരായ്മകൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ അത് സഖാക്കളാണ്, അല്ലേ? നിങ്ങൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു. നിങ്ങളൊരു നാവ്, ഒരു വിരലെങ്കിലും സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെതിരെ നിങ്ങൾ സംസാരിച്ചോ? ഇല്ല. നിങ്ങൾ അവിടെ കൈയും കെട്ടി മിണ്ടാതെ ഇരുന്നു. നിങ്ങൾക്ക് പകരം ഒരു കല്ല് അവിടെ എടുത്തിച്ച് കഴിഞ്ഞാൽ കല്ലിന് തട്ടിയെങ്കിൽ 2 പേര് അവിടെ വീണേനെ. ഒരു കാര്യമില്ല നിങ്ങളെ കൊണ്ട്. ഇന്നലെ നിങ്ങൾക്ക് മന്ത്രി കസേര കിട്ടിയത്, ഇതുവരെ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. അവിടെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇപ്പോൾ വോട്ട് മേടിച്ച് അവിടെ കയറിയിരിക്കുന്നു. അതിലൊന്നും കാര്യമില്ല. ഞങ്ങളിവിടെ മതം പറഞ്ഞിട്ടല്ല വോട്ട് വാങ്ങിയത്. ഞങ്ങളിവിടെ 10 വർഷമായിട്ട് ഭരിച്ചത് മതം പറഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് ആ കേസൊക്കെ വിട്. 5 വർഷം കഴിഞ്ഞിട്ടല്ലേ. നിങ്ങൾക്ക് നല്ല നേതാക്കളുണ്ട്, VD സതീശനും ചാണ്ടി ഉമ്മൻ പോലെ നല്ല നേതാക്കളൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കഴിയുമോ നോക്ക്. നിങ്ങൾക്ക് 5 വർഷം നിങ്ങളെ കൊണ്ട് തികയ്ക്കാൻ കഴിയുമോ നോക്ക് നിങ്ങൾ ആദ്യം. അപ്പം എല്ലാം പറഞ്ഞ പോലെ.